सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां വന്ദേ ഗുരുപരമ്പരാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇതിൽ ഗുരുജനങ്ങളുണ്ട്, മാതാപിതാക്കന്മാരുണ്ട്, കുട്ടികളുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നാനാഘട്ടങ്ങളിൽ നമുക്ക് മാർഗനിർദ്ദേശകങ്ങളായി വർത്തിക്കുന്നവയാണ്. അതായത് ഓരോ ഘട്ടത്തിലും നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളതിന് കാര്യമായ മാർഗനിർദ്ദേശനം, ഡയറക്ഷനാണ് തരുന്നുണ്ട് വേദങ്ങൾ. അപ്പം നമ്മളെപ്പോൾ ഉണരണം എന്ന് തൊട്ട് ഉറങ്ങേണ്ടതും ഉണരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വേദങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഉറങ്ങുക, ഉണരുക എന്ന കാര്യങ്ങൾ വേദം പറയുന്നത് നമുക്ക് ശ്രേയസ്കരമായി നിൽക്കുന്നുണ്ട് എങ്കിലും ഇന്ന് നമ്മുടെ ജീവിതം അതിൽ നിന്നൊക്കെ വളരെ മാറിപ്പോയിട്ടുണ്ട്. കാരണം രാത്രി ഉറങ്ങുക, പകല് ജോലി ചെയ്യുക, പകല് യജ്ഞം ചെയ്യുക, നമ്മുടെ ജോലികൾ യജ്ഞമായിട്ടാണ് വേദം പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഇന്നത് സാധ്യമല്ല. നമുക്കറിയാം, മാറിയ ജീവിത സാഹചര്യങ്ങളിൽ രാത്രിയിലും ജോലി ചെയ്യേണ്ടി വരുന്നവരുണ്ട്. പകൽ ഉറങ്ങുന്നു, രാത്രി ജോലി ചെയ്യുന്നു കുറേ ദിവസം. പിന്നെ വീണ്ടും നമ്മളത് മാറി കുറേ ദിവസം രാത്രി ഉറങ്ങുന്നു, പകൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ആകെ കൂടി അനിയതമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ വേദം എന്താണ് പറയുന്നത്? വേദം പറയുമ്പോൾ, വേദം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ 4 വേദങ്ങളുണ്ട് നമുക്കറിയാം. വേദത്തിന് 4 ഭാഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് ഒക്കെ വേദത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങളുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് തന്നെ. അപ്പോ സംഹിത നമ്മുടെ ബ്രഹ്മചര്യാശ്രമമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണം നമ്മുടെ ഗൃഹസ്ഥാശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാനപ്രസ്ഥം നമ്മുടെ അതിൻ്റെ ആരണ്യകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സന്യാസം ഉപനിഷത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്, ഈ 4 ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ 4 ആശ്രമങ്ങളുമായിട്ട് ക്രമേണ ബന്ധപ്പെട്ടിരിക്കുകയാണ്. സംഹിതയും ബ്രഹ്മചാരിയാണ് സംഹിത പഠിക്കുന്നത്. പിന്നെ ഗാർഹസ്ഥ്യവും അതിൻ്റെ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുമ്പോൾ വൈദികങ്ങളായ അനുഷ്ഠാനത്തിന്റെ വിധികളാണ്. അനുഷ്ഠാനം ചെയ്യുന്ന ആരാണ്? ഗൃഹസ്ഥന്മാരാണ്. അത് അനുഷ്ഠിക്കുന്നതിന് എന്ത് വേണം? സാമ്പത്തികമായ ചെലവൊക്കെ ഉണ്ട്. സമ്പത്തിന് അധികാരം ഗൃഹസ്ഥന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മചാരിക്കില്ല, വാനപ്രസ്ഥനില്ല, സന്യാസിക്കും ഇല്ല. അപ്പൊ അവിടെ ബ്രാഹ്മണങ്ങൾ. അത് കഴിഞ്ഞിട്ട് വാനപ്രസ്ഥനാണ് തനിക്ക് അതുവരെയും വളരെ തിരക്ക് പിടിച്ച ജീവിതം നയിച്ച് പെട്ടെന്ന് വാനപ്രസ്ഥനാകുമ്പോൾ, കുടുംബഭരണം വിട്ട് വാനപ്രസ്ഥനാകുമ്പോൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വരികയാണ്. വേദാന്തം പഠിക്കുന്നതിനുള്ള ഏകാഗ്രതയൊട്ട് വന്നിട്ടും ഉണ്ടാകില്ല. അപ്പൊ ആ സമയത്താണ് ഇഷ്ടദേവത ഉപാസനാദികളൊക്കെ ചെയ്ത് മനസ്സിന് ഏകാഗ്രത വരുത്തുക. അതിനുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെയാണ് അവിടെ ആരണ്യകത്തിൽ ഉള്ളത്. നമ്മൾ സാധാരണ ചൊല്ലാറുള്ള മേധാസൂക്തം, ശ്രീസൂക്തം, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് അവിടെയാണ്, ആരണ്യകങ്ങളിലാണ് അത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വേദത്തിന്റെ തത്വജ്ഞാനപരമായ ഭാഗമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പോ ഈ ആരണ്യകങ്ങളൊക്കെ ജപിച്ച് മനസ്സിന് ഏകാഗ്രത വന്ന് സന്യാസത്തിലേക്ക് കടക്കുമ്പോൾ വേദത്തിന്റെ ജ്ഞാനഭാഗമായിട്ടുള്ള ഉപനിഷത്ത് പഠിച്ചുകൊണ്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്ത് ജ്ഞാനം നേടി മുക്തരായിത്തീരുന്നു, മുക്തി നേടുന്നു.
അറിവുള്ളവനാണ് എന്തായിത്തീരുന്നത്? ജ്ഞാനത്തിലൂടെയാണ് മുക്തി ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾക്കായി വേദം പറയുകയാണ്. അപ്പൊ വേദത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. വേദത്തില് ഹൊയാമ്യഗ്നിം പ്രഥമം സ്വസ്തയേ ഹൊയാമി മിത്രാവരുണാ വിഹാവസേ ഹൊയാമി രാത്രിം ജഗതോ നിവേശനീം ഹൊയാമി ദേവം സവിതാരം ഊദയേ എന്ന്. ഹൊയാമി അഗ്നിം പ്രഥമം സ്വസ്തയേ, ആദ്യമേ തന്നെ ഞാൻ അഗ്നിയെ ആഹ്വാനം ചെയ്യുന്നു, അഗ്നിയെ വിളിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വസ്തയേ, സ്വസ്തിക്ക് വേണ്ടിയിട്ട്. സ്വസ്തിക്കായിട്ട് എന്ന് പറഞ്ഞാൽ മംഗളത്തിന് വേണ്ടി, നമ്മുടെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട് അഗ്നി. അഗ്നി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഊർജമാണ്. ആ ഊർജമില്ലാതെ നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ആ ഊർജത്തിനായി അഗ്നിയെ സംബോധന ചെയ്യാണ് അവിടെ. ഹൊയാമ്യഗ്നി പ്രഥമം സ്വസ്ഥയേ ഹൊയാമി മിത്രാവരുണാ വിഹാവസേ, മിത്രാവരുണന്മാരെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. മിത്രൻ, മിത്രൻ നമുക്കറിയാം സൂര്യനാണ് എന്നുള്ളത്. മിത്രൻ സംസ്കൃതത്തിൽ ഈ പദം പ്രയോഗിക്കുമ്പോൾ മിത്രഹ എന്ന് പുല്ലിംഗമായിട്ട് പ്രയോഗിച്ചാൽ സൂര്യൻ എന്നാണ് മിത്രഹ, സൂര്യൻ. മിത്രം എന്ന് നപുംസക ലിംഗമായിട്ട് പ്രയോഗിച്ചാൽ സുഹൃത്ത് എന്നർത്ഥം. നമ്മൾ സാധാരണ പറയാറുണ്ട് അയാൾ എൻ്റെ മിത്രമാണ് പറയാറുണ്ട്. അപ്പൊ മിത്രം എന്ന് നപുംസലിംഗത്ത് പ്രയോഗിക്കുമ്പോഴാണ് സുഹൃത്ത് എന്നുള്ള അർത്ഥം കിട്ടുന്നത്. മിത്രഹ എന്ന് പുല്ലിംഗത്ത് പ്രയോഗിക്കുമ്പോൾ സൂര്യനാണ്. മിത്രാവരുണൗ, മിത്രനെയും വരുണനെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. മിത്രനെയും വരുണനെയും ആഹ്വാനം ചെയ്യുന്നു. എന്തിനാണ്? അവസേ, അവസേ, നമ്മുടെ രക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ രക്ഷണം ഭൂമിയിൽ എന്തായിരിക്കണം? നമ്മൾ നല്ല സുരക്ഷിതരായിരിക്കണം. അതിനു വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വേണ്ടതുപോലെ ഊർജം ലഭിക്കണം, നമുക്ക് വേണ്ടതുപോലെ ജലം ലഭിക്കണം, ചൂട് കിട്ടണം, വെള്ളവും കിട്ടണം. മിത്രൻ സൂര്യനാണ്. പിന്നെന്താണ്? വരുണൻ എന്തിന്റെ ദേവനാണ്? വരുണൻ ജലത്തിന്റെ ദേവനാണ്. മഴയുടെ ദേവൻ ഇന്ദ്രൻ, ജലത്തിന്റെ ദേവൻ വരുണൻ. അങ്ങനെയാണല്ലോ അവിടെ വകുപ്പുകൾ കിടക്കുന്നത്. ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്. ഏത്? വേദങ്ങളുടെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട്. അപ്പോ അവിടെ നമുക്ക് ചൂട് കിട്ടണം, നമുക്ക് ജലം കിട്ടണം. അതിനു വേണ്ടിയിട്ട് എന്താണ്? മിത്രാവരുണന്മാരെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, അവരെ പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. അവരുടെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ അതിലൂടെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? സുസ്ഥിതി ഉണ്ടാകുന്നത്. നമുക്കറിയാലോ, നമ്മുടെ എന്ത് വേണം? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലായിട്ട് വേദം പറയുന്നത് കൃഷിയാണ്. കൃഷിമിത് കുരുഷ്വ, നീ പോയി കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. മറ്റ് പ്രവൃത്തികളിൽ വ്യാപൃതരാകാതെ. ഈ കിതവന്റെ സൂക്തത്തിലാണ് ഇത് പറയുന്നത്. കിതവ, കിതവ എന്ന് പറഞ്ഞാല് ഗാംബ്ലർ, ചൂതാട്ടക്കാരൻ. ആ ചൂതാട്ടക്കാരന്റെ ആ സൂക്തത്തിലാണ് ഇത് പറയുന്നത്. ഒരാളിങ്ങനെ ചൂതാട്ടക്കാരനായിട്ട് ആ ചൂതാട്ടത്തിൽ അങ്ങോട്ട് അയാൾ എന്താണ് വല്ലാതെ അങ്ങോട്ട് ലയിച്ചു പോയി, അതിൽ അഡിക്ഷനായിപ്പോയി, ആസക്തനായിപ്പോയി. അതിൽ നിന്ന് മോചനമില്ല. എല്ലാം തൻ്റെ വീടും കുടുംബവും സ്വത്തും എല്ലാം അന്യാധീനപ്പെടുത്തുകയാണ് അയാൾ. എന്നിട്ടും അയാൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. പക്ഷെ അയാൾ നന്മയുള്ള ആളാണ്, അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ നന്മയുള്ള ആളാണ്. അതൊക്കെ വേദം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം. വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് വേദം അതിൽ പറഞ്ഞിട്ടുള്ളത്. അതവിടെ ഇരിക്കട്ടെ, ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ആ ചൂതാട്ടക്കാരനോട് ഋഷി പറയുകയാണ്, നീ നിന്റെ ഈ ചൂതാട്ടം അവസാനിപ്പിക്കുക. കൃഷിമിത് കുരുഷ്വ, കൃഷിം ഇത്ത് കുരുഷ്വ, നീ കൃഷിയെ തന്നെ ചെയ്യുക. അതിൽ ദേവതമാരുടെ പ്രസാദമുണ്ട്, അതിൽ സമ്പത്തുണ്ട്, അതിൽ വീടും കുടുംബവും പത്നിയും സന്തതികളും എല്ലാം എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്തിലൂടെയാണ് നഷ്ടപ്പെടുന്നത്? ചൂതാട്ടത്തിലൂടെയാണ് ഇതെല്ലാം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ അത് പോയി കൃഷിം യത് കുരുഷ്വ എന്ന് പറയുന്ന വേദമാണ് ഉള്ളത്. അപ്പോ ആ ഒരു നിലയ്ക്കാണ് വേദം വിഭാവനം ചെയ്യുന്ന ഒരു ജീവിത രീതി. എന്താണ്? എല്ലാവരും കൃഷി ചെയ്യുക എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോ അധ്യയനവും അധ്യാപനം ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ രാജ്യരക്ഷ ചെയ്യേണ്ടതുണ്ട്,
കൃഷിയും കച്ചവടവും ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വേണ്ടവർക്ക് എന്താണ് മാനുവൽ ലേബർ ചെയ്യുന്ന ആളുകളും ആവശ്യമുണ്ട്. ഇതൊക്കെ വേദത്തിനറിയാം. പക്ഷെ എന്ത് വേണം? പറ്റുന്നത് പോലെ ആരാണെങ്കിലും കൃഷികർമ്മം ചെയ്യണം. ഇത് വേദത്തിന്റെ വലിയ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അതാണ് ആ കിതവന്റെ സൂക്തത്തിൽ അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ കിതവനോട്, ചൂതാട്ടക്കാരനോട്, നീ പോയിട്ട് നിന്റെ ഇത് ഉപേക്ഷിക്കുക, ചൂതാട്ടം നീ ഉപേക്ഷിക്കുക, എന്നിട്ട് നീ കൃഷി ചെയ്യൂ, അവിടെ നിനക്ക് അഭിമതങ്ങളായ എല്ലാം ഉണ്ട്. ഇതാണ് വേദത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ വേദം പറയുന്നു, അപ്പൊ അതിനെന്ത് വേണം നമുക്ക്? വയാമി അഗ്നിം, ഊർജം ആവശ്യമാണ്. വയാമി അഗ്നിം പ്രഥമം സ്വസ്ഥയെ, സ്വസ്തിക്കായി. വയാമി മിത്രാവരുണാവിഹാവസേ, നമ്മുടെ നിലനിൽപ്പിനായി മിത്രനെയും വരുണനെയും ആഹ്വാനം ചെയ്യുന്നു. അപ്പം നിലനിൽപ്പിന് എന്ത് വേണം? ആദ്യം തന്നെ ആദ്യത്തെ പരിഗണന എന്താണ്? അന്നമാണ്, അല്ലേ? അന്നം വേണം, ഭക്ഷണം വേണം. അതിനാണ് എന്ത് ആരെ ആഹ്വാനം ചെയ്യുന്നത്? മിത്രാവരുണന്മാരെ, അതായത് ഊർജം നൽകുന്ന, വെയിൽ നൽകുന്ന സൂര്യനെയും ജലം നൽകുന്ന വരുണനെയും അവിടെ സംബോധന ചെയ്യണം. മിത്രാവരുണാവിഹാവസേ ഹൊയാമി രാത്രിയും ജഗതോ നിവേശനീ, രാത്രിയെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എങ്ങനെയുള്ള രാത്രിയാണ്? ജഗതോ നിവേശനീം, ജഗത്തിനെ നിവേശിപ്പിക്കുന്നവൾ. നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗത്തിനെ ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ടുവരിക, വീട്ടിലേക്ക് കൊണ്ടുവരിക. പക്ഷികളാണെങ്കിൽ അവരുടെ കൂട്ടിലേക്ക് കൊണ്ടുവരിക, മറ്റു മൃഗങ്ങളാണെങ്കിൽ അവരുടെ ആവാസ സ്ഥാനങ്ങളിലേക്ക്, മനുഷ്യരെ അവരുടെ ഗൃഹങ്ങളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിദ്രാപ്രദാനത്തിലൂടെ അവർക്ക് സന്തോഷം നൽകുക. ഇതാണ് രാത്രിയുടെ ചുമതല. ഹൊയാമി രാത്രിയും ജഗതോ നിവേശനീം, ജഗത്തിനെ നിവേശിപ്പിക്കുന്നവൾ. എങ്ങനെയാണ് നിവേശിപ്പിക്കുന്നത്? ഒരമ്മ കുഞ്ഞിനെ തട്ടി താലോലിച്ച് ഉറക്കുന്നത് പോലെ മെല്ലെ അവിടെ പിടിച്ചു കിടത്തി അമ്മ മെല്ലെ അതിന്റെ ദേഹത്ത് തട്ടി 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 എന്ത് ചെയ്യും? കുട്ടിയെ ഉറക്കും. അതുപോലെയാണ് അത്രേ രാത്രി. പകൽ രണ്ടാണ് ചെയ്യുന്നത്. പകൽ എന്താണ് ചെയ്യുന്നത്? പകൽ നേരെ വിപരീതമാണ്. പകൽ എല്ലാവരെയും ഉണർത്തുന്നു. രാത്രി എന്ത് ചെയ്യുന്നു? എല്ലാവരെയും ഉറക്കുന്നു. രാത്രിയാകുമ്പോൾ നമുക്ക് സ്വതഹ ഏവ എന്താണ്? പൊതുവിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഉറങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രേരണ നമുക്ക് രാത്രിയിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഹൊയാമി രാത്രിയും ജഗതോ നിവേശനീം. ഈ ആശയത്തെ നമ്മുടെ സുകവികളും എടുത്ത് പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. പഴയ കവികൾ, കാളിദാസനെയും ഭാസനെയും ഒക്കെ പോലെയുള്ള കവികൾ വൈദികങ്ങളായ ആശയങ്ങൾ തങ്ങളുടെ കൃതികളിലൂടെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നുണ്ട്, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സംസ്കൃതത്തിന്റെ നാടകം തന്നെ, പഴയ നാടകങ്ങൾ എടുത്തു നോക്കിയാൽ നാടകത്തിന്റെ ഇതിവൃത്തം, നാടകം ഖ്യാതവൃത്തം സ്യാത്, ഖ്യാതവൃത്തമായിരിക്കണം, പ്രസിദ്ധമായ ഇതിവൃത്തമായിരിക്കണം എന്നാണ് നാടകത്തിന്. എന്തിനാണ് ഈ പ്രസിദ്ധമായ ഇതിവൃത്തം? പിന്നെ അതിന്റെ കഥ നമുക്ക് എന്താണ് അറിയാനുള്ളത്, അല്ലേ? അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ പല നാടകം കാണുന്നത്? നാടകം തന്നെ ഇല്ലാണ്ടായി തുടങ്ങി. സിനിമ കാണുന്നത്, ആ കഥ എന്താണ്? അതാണ് നമുക്ക് വളരെ കാര്യമായിട്ട് അറിയേണ്ട ഒരു വിഷയം. പക്ഷെ കഥ, അറിയുന്ന കഥ തന്നെ എടുത്ത് അതിലൂടെ കവികൾ അവരുടെ ദർശനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു. അതും പ്രത്യേകിച്ച് വൈദികങ്ങളായിട്ടുള്ള ദർശനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു. അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് അഭിജ്ഞാന ശാകുന്തളത്തിന്റെ കാര്യം നമുക്കറിയാം, അല്ലേ? അത് എന്താണ്? ശകുന്തളോപാഖ്യാനം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ കാളിദാസന്റെ ഈ രഘുവംശം മഹാകാവ്യം, രഘുവംശ മഹാകാവ്യത്തിൽ അദ്ദേഹം ഭാര്യാഭർത്തക്കന്മാരെ, അതായത് ദിലീപനും സുദക്ഷിണയും, അങ്ങനെ ഒരു രാജാവും അദ്ദേഹത്തിന്റെ പത്നിയും, അവരുടെ മധ്യത്തിൽ കാമധേനുവിന്റെ പുത്രിയായ നന്ദിനി പശു അത് നിന്നപ്പോൾ അദ്ദേഹം പറയാണ്, ദിനക്ഷഭ മധ്യഗദേവ സന്ധ്യ, ദിനക്ഷഭ മധ്യഗദേവ സന്ധ്യ. ദിനം പകല്, ക്ഷഭ രാത്രി. ദിനരാത്രങ്ങളുടെ മധ്യത്തിൽ സന്ധ്യ എന്നതുപോലെ ദിലീപന്റെയും സുദക്ഷിണയുടെയും മധ്യത്തിൽ നന്ദിനി പശു ശോഭിച്ചു എന്ന് പറയുന്നു. അപ്പൊ അവിടെ
നന്ദിനിക്ക് ഒരു താമര വർണ്ണമാണ് അത്രേ. ഈ നന്ദിനി പശുവിന് താമര വർണ്ണം, സന്ധ്യാരാഗമുണ്ടല്ലോ അതിന്റെ നിറമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിലീപൻ വെളുത്തവനും സുദക്ഷിണ കറുത്തതും ആവണ്ടേ? ദിലീപൻ സൂര്യവംശജനാണ്, പിന്നെ കീർത്തി ശുഭ്രതയുണ്ട്. അപ്പോ സുദക്ഷിണയ്ക്ക് എവിടെയാണ് ആ രാത്രിയുടെ ധർമ്മം അവളിൽ ചേരുന്നത്? അവൾ കറുത്തിട്ടാണോ? ആ നിറം കൊണ്ടല്ല, ധർമ്മം കൊണ്ടാണ്. അപ്പൊ ഇവിടെയാണ് വളരെ മനോഹരമായിട്ട് പറയാം, അച്ഛനും അമ്മയും ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ അവരെന്താണ് ചെയ്യുന്നത്? ഈ പിതാവ് എപ്പോഴും എന്ത് ചെയ്യുന്നവനാണെന്നാണ്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ കുട്ടികളെ ഉണർത്തി എന്തിലേക്കാണ്? അവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതനാക്കുക. ഇതാണ് പിതാവ് ചെയ്യുന്നത്. ഇതാണ് സൂര്യൻ ചെയ്യുന്നത് അത്രേ. പ്രഭാതമാകുമ്പോൾ തന്നെ സ്വാഭാവികമായി എന്തുണ്ടാകും? ഒരു ഉണർവ് ആർക്കും ഉണ്ടാകും. പകൽ പകൽ എന്താണ്? ജീവിക്കുന്ന ജോലി ചെയ്യുന്ന ആർക്കും അതുണ്ടാകും. പിന്നെ നമ്മൾ ചെയ്യുന്ന ജീവികൾ എന്ന് വേണം പറയാനായിട്ട്. രാത്രിയിൽ ഉണരുന്ന ജീവികളുണ്ട്. ഇപ്പൊ മൂങ്ങ മുതലായിട്ടുള്ള ജീവികളൊക്കെ രാത്രിയിലാണ് ഉണരുന്നത്. പക്ഷെ അതല്ലാത്തവയ്ക്കൊക്കെ, പകൽ ഉണരുന്നവയ്ക്കൊക്കെ സ്വാഭാവികമായിട്ട് എന്തുണ്ട്? ആ പ്രഭാതമാകുമ്പോൾ ഒരു ഉണർവ് ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? സൂര്യൻ ജഗത്തിനെ ഉണർത്തുന്നതാണത്രേ. ഉണരുക, എല്ലാവരും ഉണരുക. എന്താണ്? ഉറക്കം മാറ്റി ഉണർന്ന് നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ വ്യാപൃതരാവുക എന്നുള്ള ആഹ്വാനമാണത്രേ സൂര്യൻ നൽകുന്നത്. അപ്പൊ അത് പകല് അങ്ങനെ. രാത്രിയാകുമ്പോ എന്താണ്? ജഗതോ നിവേശനി, ജഗത്തിനെ മുഴുവൻ എന്താണ്? സങ്കേതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിദ്ര പ്രദാനം ചെയ്ത് അവർ പകൽ ജോലി ചെയ്തതിൻ്റെ ക്ലേശങ്ങളെ ക്ഷപിപ്പിക്കുന്നു. ക്ഷപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതെയാക്കി തീർക്കുക, ക്ഷീണത്തെ അകറ്റുക. അതുകൊണ്ട് രാത്രിക്ക് ഒരു പര്യായമുണ്ട്. എന്താണ്? ക്ഷപ എന്ന്. ക്ഷപ രാത്രിയാണ്. അതുപോലെ ക്ഷണത എന്നൊരു പര്യായമുണ്ട് രാത്രിക്ക്. ക്ഷണം എന്നുള്ളതിന് ഉത്സവം എന്നൊക്കെ അർത്ഥമുണ്ട്. ക്ഷണം എന്നതിൽ മറ്റൊരർത്ഥമുണ്ട്, ആഹ്ലാദം, സന്തോഷം. അപ്പൊ രാത്രി എന്താണ് തരുന്നത്? സന്തോഷത്തെ തരുന്നു, അല്ലേ? നമ്മളെ ഉറക്കി ശരീരത്തിന് ക്ഷീണമെല്ലാം അകന്ന് ഉണരുമ്പോ എന്താണ്? ഒരു സന്തോഷം ഉണ്ട്. അതുകൊണ്ട് രാത്രിക്ക് ഒരു പര്യായമാണ് ക്ഷണത എന്ന്. അപ്പൊ ക്ഷപ, ക്ഷണത എന്നൊക്കെ രാത്രിയെ പറയാൻ കാരണം അതെന്താണ്? അത് ഉറക്കുന്നത് കൊണ്ടാണ്. ഇതിനെ നമുക്ക് മറ്റൊരു നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കുട്ടികളെ എടുത്തു നോക്കുക. കുട്ടികൾ പ്രായേണ എങ്ങനെയുള്ളവരാണ്? ഒരു നിഷ്കളങ്കരാണ്. അവർ പ്രകൃതിയുടെ ആ ചോദനകൾക്കനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് കുട്ടികൾ. ഈ കുട്ടികളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെയാണ് കുട്ടികൾ? എങ്ങനെയാണ്? പകൽ അവര് അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ചാടി പുറപ്പെടാൻ തുടങ്ങും, അച്ഛൻ്റെ കൂടെ വരാൻ തുടങ്ങും, ഇല്ലേ? എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണം. ആക്ടിവിറ്റീസ്, പല വിധത്തിലുള്ളതായ എന്താണ് പ്രവൃത്തികളുണ്ട്. പല വിശാലമായിട്ടുള്ള ലോകത്ത് അതിലെങ്ങനെ വിഹരിക്കണം, അതിലെങ്ങനെ പോകാൻ അവർ തയ്യാറാണ്. അച്ഛൻ്റെ കൂടെ പോകാൻ തയ്യാറാണ്. ശരി, അച്ഛൻ്റെ കൂടെ പോയി, അച്ഛൻ വളരെ വൈകിയോ വരാനുള്ളൂ എന്ന് വിചാരിക്കാം. സന്ധ്യ ആവുമ്പോഴേക്കും എന്താവാൻ തുടങ്ങി? കുട്ടിയുടെ മനോഭാവം മാറാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അതുവരെ ഉണ്ടായിരുന്ന ചിരിയും കളിയും ഒക്കെ പോയി. എന്താണ്? ഇപ്പൊ രാവിലെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഏയ് അച്ഛൻ വൈകിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ നാളെ വരുള്ളൂ, രാത്രി ആകുമ്പോഴൊന്നും വരണ്ടാവില്ല. ഒന്നും കുഴപ്പമില്ല, അച്ഛൻ്റെ കൂടെ ചാടി പുറപ്പെടും. സന്ധ്യ ആവുമ്പോ അല്ലെങ്കിൽ രാത്രി ആകുമ്പോ എന്തായി തീർന്നു? മെല്ലെ ആളുടെ ഭാവമൊക്കെ മാറാൻ തുടങ്ങി. എന്താണ്? അമ്മയെ കാണണം. പകൽ അച്ഛൻ്റെ ഒപ്പം ഓടി നടക്കണം. രാത്രിയാകുമ്പോൾ എന്ത് വേണം? അമ്മയെ കാണണം. കരയാൻ തുടങ്ങും, നല്ല കരച്ചിലാവും, വാശി പിടിക്കാനും തുടങ്ങും, അല്ലേ? അപ്പൊ എന്താണ്? അമ്മയുടെ അടുത്ത് വരുമ്പോഴാണ് എന്താവുന്നത്? നിവേശനി ആണ് അമ്മ. അതിനെ തട്ടിപ്പൊത്തി അമ്മ ഉറക്കും. നല്ല സന്തോഷമായി. അമ്മ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഉറങ്ങാൻ സന്തോഷമാണ്. അപ്പോ പുരുഷനെ പകലിനോടും സ്ത്രീയെ രാത്രിയോടും ഉപമിച്ചിട്ടുണ്ട്. ഇത് വേദത്തിന്റെ വൈദ്യമായ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടാണ് കാളിദാസൻ രഘുവംശ മഹാകാവ്യത്തിൽ ദിനക്ഷപ മധ്യഗതേവ സന്ധ്യ എന്ന ഒരു ഭാഗത്ത് രഘുവംശ മഹാകാവ്യത്തിന്റെ 2-ാം സർഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ വിപരീത സ്വഭാവങ്ങളാണ് ശരിക്കും സ്ത്രീയും പുരുഷനും. നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവമാണ്, രീതികളാണ്, സമ്പ്രദായങ്ങളാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് അവർ തമ്മിൽ എന്തുള്ളത്? അവർ തമ്മിൽ വളരെ
ഐക്യവും ഉണ്ടാവുന്നത്, യോജിപ്പുണ്ടാവുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കാന്തത്തിന്റെ കാര്യം പറയാറില്ലേ, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും, വിജാതീയ ധ്രുവങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ആകർഷിക്കുന്നത്. ഇത് ശരിക്ക് ജീവികളുടെ ജീവിതത്തിൽ വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോ ഇങ്ങനെ വേദം ഇതിനെ കൃത്യമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഹൊയാമ്യഗ്നിം പ്രഥമം സ്വസ്തയേ ഹൊയാമി മിത്രാവരുണാ വിഹാവസേ ഹൊയാമി രാത്രിം ജഗതോ നിവേശനി ഹൊയാമി ദേവം സവിതാരം ഊതയേ. ഹൊയാമി ദേവം സവിതാവിനെ, സവിതൃദേവനെ ഐശ്വര്യത്തിനായി കണ്ടു, ഊതയേ ഐശ്വര്യങ്ങൾക്കായി ഞാൻ സംബോധന ചെയ്യുന്നു. അപ്പൊ മിത്രൻ എന്ന് നേരത്തെ സൂര്യനെ പറഞ്ഞിട്ടുണ്ട്, സവിതാവ് എന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മിത്രനും സവിതാവും എന്താണ്, സൂര്യൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ പറയാറ്. സൂര്യന്റെ പര്യായമായിട്ടാണ് ഇതൊക്കെ നമ്മൾ പറയാറ്, മിത്രനെന്നും സവിതാവ് എന്നുള്ളത്. പക്ഷെ വൈദികമായ പ്രയോഗങ്ങളിൽ ഇവർക്കെല്ലാം വിഭിന്നങ്ങളായ ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് വിഭിന്നങ്ങളായ അർത്ഥത്തിലാണ് ഇവയെല്ലാം പ്രയോഗിക്കുന്നത്. അപ്പൊ സവിതാവ് എന്ന് പറയുമ്പോൾ എന്താണ്, സവനം ചെയ്യുന്നവൻ, എന്താണ്, എല്ലാ ഐശ്വര്യങ്ങളെയും നമുക്ക് പ്രദാനം ചെയ്യുന്ന ദേവതയായിട്ടാണ് സവിതാവിനെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ വിവാഹമന്ത്രത്തിൽ പറയുമ്പോ മിത്രൻ എന്ന് കാണാം, സവിതാവ് എന്ന് കാണാം, അര്യമാവ് എന്ന് കാണാം. അര്യമാവ് ആരാണ്, സൂര്യനാണ് അല്ലേ. സൂര്യകാന്തി എന്നുള്ള കവിതയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അര്യമാവിനെ സ്നേഹിക്കുന്നതിന് എന്നെ സൂര്യകാന്തി എന്ന് പുച്ഛിപ്പതാണ് ഈ ലോകം. സൂര്യകാന്തി, സൂര്യന്റെ കാന്തി, കാന്ത ശബ്ദത്തിന്റെ സ്ത്രീലിംഗമായിട്ടാണ് അവിടെ പ്രയോഗിക്കുന്നത്, സൂര്യനെ കാമിക്കുന്നവൾ എന്ന അർത്ഥത്തില്. അപ്പൊ അവിടെയാണ് അര്യമാവ് എന്നുള്ള പദം നമ്മൾ സൂര്യൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിക്കുന്നത്. പക്ഷെ വിവാഹ മന്ത്രത്തിലേക്ക് വരുമ്പോൾ, വൈദികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അര്യമാവ് ആരാണ്, അര്യമാവ് കുടുംബങ്ങൾക്ക് മംഗളം വരുത്തുന്ന ദേവതയാണ്. അതാണ് വിവാഹ മന്ത്രത്തിൽ നമ്മൾ ഈ ലാജഹോമം എന്നൊരു ഭാഗമുണ്ട്, പ്രതീകാത്മകമാണത്. മലര് ഹോമിക്കുക, ഈ കന്യകയെ കൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന വധുവിനെ കൊണ്ട് എന്ത് ചെയ്യും, ഈ ലാജം ഹോമിപ്പിക്കും, അഗ്നിയിലെ മലര് ഹോമിപ്പിക്കും. ആ സമയത്തൊരു മന്ത്രമുണ്ട്, അര്യമണം ന്നു ദേവം കന്യ അഗ്നിമയക്ഷത സ ഇമാം ദേവോ അര്യമ പ്രേതോ മുഞ്ചാതു നാമുദ എന്നാണ് ആ മന്ത്രം. അര്യമണം ന്നു ദേവം, അര്യമാവ് എന്ന ദേവനെ ഈ കന്യക അഗ്നിം അയക്ഷത, അഗ്നിയിൽ ആ ദേവനായിക്കൊണ്ട് അഗ്നിയിൽ ഇതാ ലാജത്തെ ഹോമിക്കുന്നു, മലരിനെ ഹോമിക്കുന്നു. ഈ മലർ അതിൽ ദഹിക്കുന്നതോടൊപ്പം തന്നെ എന്താവണമെന്നാണ് പറയുന്നത്, സ ഇമാം ദേവോ അര്യമ, അങ്ങനെയുള്ള ഈ പെൺകുട്ടിയെ ദേവനായ അര്യമാവ് ഇതഹ പ്രമുഞ്ചാതു, ഇവിടെ നിന്ന് പ്രകൃഷ്ടമായ രീതിയിൽ, അതായത് പൂർണ്ണമായിട്ടും മോചിപ്പിക്കട്ടെ. എവിടുന്നാണ്, വധുവിന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന്. ആ വിവാഹം നടക്കുന്ന സ്ഥലം വധുവിന്റെ അച്ഛന്റെ വീടായിട്ടാണ്, അഥവാ വധുവിന്റെ വീടായിട്ടാണ് അത് കണക്കാക്കുക. എന്നിട്ട് അപ്പൊ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും മോചിപ്പിക്കണം. അതാണ് ലാജം ഹോമിക്കുന്നത്. ലാജം എന്തായി തീർന്നു, ആ മലര് ഭസ്മമായി തീരുകയാണ്. അതോടുകൂടി എന്താണ്, ആ പെൺകുട്ടിക്ക് ആ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് സ ഇമാം ദേവോ അര്യമാ, ദേവനായ അര്യമാവ്, കുടുംബങ്ങളുടെ ദേവനായ അര്യമാവ് ആ എന്താണ്, ഈ കന്യകയെ, സൂര്യൻ തന്നെയാണ്, പക്ഷെ എന്താണ്, വിഭിന്നങ്ങളായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വിഭിന്നങ്ങളായ പേരിൽ നമ്മൾ വ്യവഹരിക്കുകയാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ കാണുന്നില്ലേ, കൃഷ്ണനെ ഓരോ പേരിൽ വിളിക്കുന്നത് കാണാം, അർജുനനെയും വിഭിന്നങ്ങളായ പേരിൽ വിളിക്കുന്നത് കാണാം. എന്തിനാണ് ഇങ്ങനെ പല പല പേരുകൾ പറയുന്നത്? ആ ഓരോന്നും പറയുന്ന സമയത്ത് അവരിൽ ഉദ്ദേശിക്കുന്ന ഓരോ എന്താണ് സവിശേഷ ഗുണങ്ങളുണ്ട് അല്ലേ. ഇപ്പോ കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന
ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. എന്തിനാണ് എന്ത് പേരാ വിളിച്ചത്? ഇപ്പൊ രണ്ടു പേരാണ് അവിടെ വിളിച്ചത് അല്ലേ? കഥം ഭീഷ്മം അഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. എന്താണ് മധുസൂദന, അരിസൂദന, എന്താണ് ഇങ്ങനെ വിളിച്ചത്? അപ്പോ അവിടെയാണ് ഓരോന്ന് കാര്യം. ഞാനിപ്പോ ഭീഷ്മരെയും ദ്രോണരെയുമാണ് കൊല്ലണം എന്ന് അങ്ങ് പറയുന്നു. അതായത് അവരുൾപ്പെടെയുള്ള സൈന്യത്തെയാണ് ഞാൻ കൊല്ലേണ്ടത്. അതെങ്ങനെയാണ് കൃഷ്ണ എനിക്ക് സാധിക്കുക? അപ്പൊ കൃഷ്ണനോട് ചോദിക്കുകയാണ്, അവിടെ എന്താണ്? അവിടെ മധുസൂദന എന്ന് വിളിച്ചു. എന്താണ് മധുസൂദന എന്ന് വിളിക്കാൻ കാരണം? അങ്ങ് മധു എന്ന അസുരനെ കൊന്നിട്ടുണ്ട്. മധു കൈടഭാരിയാണ് അങ്ങ്. മധുവിനെയും കൈടഭനെയും ഒക്കെ അങ്ങ് കൊന്നിട്ടുണ്ട്. പക്ഷെ മധുവും കൈടഭനും ആരാണെങ്കിലും അവരാരല്ല? ഈ ഭീഷ്മരെയും ദ്രോണരെയും പോലെയുള്ളവർ. ഭീഷ്മദ്രോണന്മാര് ആരാണ്? അർജുനനാകുന്ന ആ വീര്യനദിയുടെ രണ്ട് തീരങ്ങളാണ്. അതിനെ അതിക്രമിച്ച് പോകാൻ അർജുനന് കഴിയില്ല. അർജുനൻ ആരാണ്? അർജുനൻ ഒരു കൗരവനാണ്. ആ കൗരവൻ എന്നുള്ള നിലയ്ക്ക് ആ കുലത്തിന്റെ കൂടസ്ഥനാണ് ഭീഷ്മ പിതാമഹൻ അല്ലെ? ഈ കുലം, എന്റേതായ ഈ കുലം, ആ കുലത്തിൽ ഞാൻ അഭിമാനിയായിരിക്കുമ്പോ കുലകൂടസ്ഥനായിട്ടുള്ള പിതാമഹനെ അതിക്രമിച്ചു പോകാൻ പറ്റില്ല, നിവൃത്തിയില്ല. അപ്പോ ആരെ കൊല്ലാൻ പറ്റില്ല? ഭീഷ്മരെ കൊല്ലാൻ പറ്റില്ല. ഭീഷ്മരെ പോലെ ഒരാളെ അങ്ങ് വന്നിട്ടും ഇല്ല അല്ലേ? അമ്മാവനെ കൊന്നുണ്ട്, അത് വേറെ. അത് അമ്മാവൻ ഏതു വിധത്തിലുള്ള അമ്മാവനാണെന്ന് നമുക്കറിയാം. പിന്നെ എന്താണ്? രണ്ടാമതെന്താണ്? അർജുനൻ ആരാണ്? ശ്രേഷ്ഠ ധനുർധരനാണ്. ആ ശ്രേഷ്ഠ ധനുർധരനായ അർജുനെ സംബന്ധിച്ചിടത്തോളം താൻ അഭ്യസിച്ച ആ ധനുർവേദം ആരിൽ നിന്നാണ്? ദ്രോണരിൽ നിന്നാണ്, ആചാര്യനാണ്. അപ്പൊ രണ്ട് നിലയ്ക്ക് നോക്കിയാൽ, കൗരവൻ എന്നുള്ള നിലയ്ക്ക് നോക്കിയാൽ ഭീഷ്മ പിതാമഹൻ തനിക്ക് അനുല്ലംഘനീയനാണ്. അദ്ദേഹത്തെ ലംഘിച്ചു പോകാൻ തനിക്ക് പറ്റില്ല. ശ്രേഷ്ഠ ധനുർധരൻ എന്നുള്ള നിലയ്ക്ക് നോക്കിയാൽ ദ്രോണരെയും ലംഘിച്ച് തനിക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ അങ്ങ് പറയുന്നത് അവർ ഉൾപ്പെടെയുള്ളവരെ നിഗ്രഹിക്കുന്നതാണ്. അങ്ങ് ആരൊക്കെ നിഗ്രഹിച്ചിട്ടുണ്ട്? അങ്ങ് മധുകൈടഭന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? മധുസൂദന എന്ന് പറഞ്ഞത്. മറ്റു വൈരികളെ, അങ്ങയുമായിട്ട് ശത്രുതയുള്ളവരൊക്കെ അങ്ങ് നിഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അരിസൂദന എന്ന് വിളിച്ചത്. ഇപ്പൊ പറയുന്നത് ആരെയാണ്? പൂജാർഹൗ ആണ് രണ്ടുപേരെ എനിക്ക് നിഗ്രഹി. ഇതെങ്ങനെയാണ് കൃഷ്ണ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അവിടെ എന്തുകൊണ്ടാണ് ഒരിടത്ത് മധുസൂദൻ എന്നും ഒരിടത്ത് അരിസൂദൻ എന്നും വിളിച്ചത്? എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ള, ശ്രീകൃഷ്ണൻ ചെയ്തിട്ടുള്ള ആ എന്താണ് ധർമാനുഷ്ഠാനം, അഥവാ തനിക്ക് അസ്പൃഹണീയമായിട്ടുള്ള വധം എന്നതായ ആ കർമ്മം, അത് ഞാനും ചെയ്തിട്ടുള്ളതല്ലടോ എന്ന് കൃഷ്ണൻ ചോദിച്ചാൽ അവിടുന്ന് ചെയ്തത് ഇങ്ങനെയുള്ളതൊക്കെയാണ്, ശത്രുക്കളെയാണ്. ഭീഷ്മർ എനിക്ക് ശത്രുവല്ലല്ലോ, ദ്രോണരും എനിക്ക് ശത്രുവല്ലല്ലോ, ഇത് കാണിക്കാനാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് വേദങ്ങളിലും ഇങ്ങനെ ഒരു പ്രയോഗം. എന്ത് പ്രയോഗം? ഓരോ സ്ഥലത്തും ഒരാളെ തന്നെ അല്ലെങ്കിൽ ഒരു ദേവനെ തന്നെ വിഭിന്ന രൂപങ്ങളിൽ സംബോധന ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ അവിടെയാണ് ഒരിടത്ത് എന്താണ് ഇങ്ങനെ സംബോധന ചെയ്യുക, മിത്രൻ എന്ന് സംബോധന ചെയ്യുക. ഒരിടത്ത് എന്താണ് അര്യമാവ് എന്ന് സംബോധന ചെയ്യുക. ഒരിടത്ത് സവിതാവ് എന്ന് സംബോധന ചെയ്യുക. അപ്പോ അങ്ങനെ ഇവിടെ ഈ സംബോധന ദേവോ അര്യമാവായിരിക്കുന്ന ദേവൻ. ആരാണ് ഈ അര്യമാവായിരിക്കുന്ന ദേവൻ? കുടുംബ ബന്ധങ്ങളുടെ ദേവനാണ്, കുടുംബങ്ങളുടെ ദേവനാണ്. അപ്പോ ഇവിടെ ഈ രാജഹോമം ചെയ്യുന്ന ഈ പെൺകുട്ടിയെ ഒരിക്കലും അര്യമാവായിരിക്കുന്ന ദേവൻ അവിടെ നിന്ന് എന്ത് ചെയ്യരുത്? വേർപ്പെടുത്തരുത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്? ഈ പിതൃഗൃഹത്തിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കട്ടെ, അവരുടെ ബന്ധത്തെ നീക്കിക്കളയട്ടെ, ദഹിപ്പിച്ച് കളയട്ടെ. അവിടെ നിന്നിട്ട് എവിടെയായിരിക്കണം? ഭർതൃഗൃഹത്തിൽ നിന്ന് അവളെ ഒരിക്കലും മോചിപ്പിക്കാതെയും ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മന്ത്രം അവിടെ ഉണ്ട്. അപ്പോൾ ഈ വിധത്തിലാണ്. അപ്പൊ ഓരോരോ സംബോധന ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ്? അദ്ദേഹത്തിൽ നിന്ന് സവിശേഷമായ ഒരു അനുഗ്രഹം, സവിശേഷമായ
പ്രീതി കൊണ്ട് സവിശേഷമായ ഒരു അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വിഭിന്നങ്ങളായിട്ടുള്ള ഈ സംബോധനകൾ നടത്തുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഈ വിധത്തില് അപ്പൊ രാത്രി എന്തിനുള്ളതാണ്? ജഗതോ നിവേശനിയാണ്. രാത്രി നമുക്ക് ഉറങ്ങാനുള്ളതാണ്. നമ്മുടെ പകൽ ജോലി ചെയ്ത് അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണത്തെ അകറ്റി സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രാത്രി. അപ്പോ പകൽ എന്തിനുള്ളതാണ്? പകൽ നമ്മളുടെ യജ്ഞം അനുഷ്ഠിക്കുന്നതിനുള്ള സമയമാണ്. അതുകൊണ്ട് എന്ത് ചേരുന്നാണ് വേദം പറയുന്നത്? പകല് നിങ്ങൾ കിടന്നുറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പൊ വേദം നമുക്കത് പറഞ്ഞു തരാണ്. എങ്ങനെയാണ് വേദം പറയുന്നത്? പ്രാതാരത്നം പ്രാതരിത്വാ ദധാതി ത്വം ചികിത്വാൻ പ്രതിഗൃഹ്യ നിധത്തെ തേന പ്രജാം വർദ്ധയമാന ആയു രായസ്പോഷേണ സചതേ സുവീരഃ എന്നാണ്. പ്രാതാരത്നം പ്രാതരിത്വ ദധാതി. പ്രാതഃ പ്രാതഃ ഇത്വ രത്നം ദധാതി എന്നാണ്. പ്രാതഃ പ്രാതഃ അത് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രാതാരത്നം പ്രാതരിത്വ ദധാതി. ആദ്യമേ തന്നെ പ്രാതഃ എന്നാണ്. എന്നിട്ട് ഇത്വ പ്രാതരിത്വ പ്രാതഃ പ്രാതഃ ഇത്വ രത്നം ദധാതി. പ്രഭാതത്തിൽ പ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രഭാതത്തിലും ഉണർന്നുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? രത്നങ്ങളെ ധരിക്കുന്നു. രത്നം എന്ന് പറയുന്നത് അവിടെ ധനം എന്നുള്ളതാണ്. ധനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്പൃഹണീയമായിട്ടുള്ള എല്ലാമാണ് ധനം. നമുക്ക് ധനം വേണം. അന്നം വേണം അല്ലേ? അന്നത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും പാർപ്പിടത്തിനാണെങ്കിലും ഒക്കെ നമുക്ക് ധനം ആവശ്യമാണ്. പക്ഷെ അപ്പോൾ ഇവിടെ ധനം എന്ന് പറയുന്നത് നമുക്ക് സ്പൃഹണീയമായിട്ടുള്ള എന്തൊക്കെയാണ്? നമുക്ക് നല്ല ബുദ്ധിശക്തി വേണം, നമുക്ക് നല്ല ആരോഗ്യം വേണം, നമുക്ക് അന്നം വേണം, പിന്നെ എന്താണ്? പുത്രകളത്രാദികളെല്ലാം നമുക്ക് വേണം. ഇങ്ങനെ സ്പൃഹണീയമായ എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാറ്റിനെയുമാണ് അന്നം എന്ന് രത്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രാതഃ പ്രാതഃ ഇത്വ രത്നം ദധാതി. ഓരോ പ്രഭാതത്തിലും ഉണർന്നുകൊണ്ട് നാം രത്നങ്ങളെ, സ്പൃഹണീയങ്ങളായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളെ ധരിക്കുന്നു. പ്രാതാരത്നം പ്രാതരിത്വ ദധാതി ത്വം ചികിത്വാൻ പ്രതിഗൃഹ്യ നിധത്തെ. ചികിത്വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്താശേഷിയുള്ള മനുഷ്യൻ നീ. ത്വം ചികിത്വാൻ പ്രതിഗൃഹ്യ നിധത്തെ. അങ്ങനെയുള്ള അതുകൊണ്ടുണ്ടാകുന്നതായ സമ്പത്തിനെ, രത്നത്തെ പ്രതിഗ്രഹിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? നീ പ്രതിഗ്രഹിക്കുക, അതിനെ സ്വീകരിക്കുക. അങ്ങനെ ത്വം ചികിത്വാൻ പ്രതിഗൃഹ്യ നിധത്തെ തേന പ്രജാം വർദ്ധയമാനഃ ആയു രായസ്പോഷേണ സചതേ സുവീരഃ. തേന പ്രജാം വർദ്ധയമാനഃ. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രത്നം കൊണ്ട്. എങ്ങനെയുള്ള രത്നം കൊണ്ട്? പ്രഭാതത്തിൽ ഉണർന്ന് ജോലി ചെയ്ത് യജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന സ്പൃഹണീയമായ ധനമാകുന്ന രത്നം, അതുകൊണ്ട് പ്രജാം വർദ്ധയമാനഃ, പ്രജയെ വർദ്ധിപ്പിക്കുന്നവൻ. പ്രജ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രകർഷേണ ജായന്തേ ഇതി പ്രജാഹ. പ്രജ എന്ന് പറഞ്ഞാൽ പ്രകൃഷ്ടമായ രീതിയിൽ നമ്മളിൽ നിന്ന് ജനിക്കുന്നവരെയാണ് പ്രജകൾ എന്ന് പറയാം. അപ്പൊ ആരാണ് പ്രജകൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ സന്തതികളെയാണ് പ്രജകൾ എന്ന് പറയാം. ഒരു രാജാവാണെങ്കിൽ പ്രജ ആരാണ്? തൻ്റെ ജനങ്ങൾ, സിറ്റിസൺസ്. അവരെ രാജാവ് എങ്ങനെയാണ് കാണുക? പ്രജയായിട്ടാണ് കാണുക, സന്തതികളായിട്ടാണ് കാണുക. അപ്പോ പ്രജകളെ വർദ്ധയമാനഃ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സമ്പത്ത് കൊണ്ട് പ്രജാം വർദ്ധയമാനഃ, പ്രജകളെ വർദ്ധിപ്പിക്കുന്നവനായ പുരുഷൻ, അതായത് പിതാവ് തൻ്റെ മക്കളെ ഇപ്രകാരം നേരായ മാർഗത്തിലൂടെ, മനസ്സിലായ? രാത്രിയിൽ ആക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും എന്താണ്? അന്നത്തെ കണക്കനുസരിച്ച് മോഷ്ടാക്കളും മറ്റുമൊക്കെയാണ്. അസ്പൃഹണീയങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് എവിടെ ചെയ്യുന്നത്? രാത്രിയുടെ മറവിൽ ചെയ്യുന്നത്.
അങ്ങനെയല്ലാതെ നേരായ വിധത്തിൽ, അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളെ കള്ളന്മാരായിട്ട് വേദം കാണുന്നുണ്ടോ? ഇല്ല. അത് വിഹിതമായ കർമ്മമാണ്, വിഹിതമായ രീതിയിൽ ചെയ്യുന്ന കർമ്മമാണ്. അപ്പൊ അതിന് ഇങ്ങനെയല്ല. മറ്റത് അങ്ങനെയല്ല. മറ്റത് അന്ധകാരത്തിൽ ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ്. മറ്റുള്ളവർ കാണാത്ത വിധത്തിൽ ചെയ്യുന്ന പാടില്ലാത്തതായ കർമ്മങ്ങൾ, അതല്ല. അപ്പൊ ശരിയായ കർമ്മങ്ങളിലൂടെ എന്താണ്, കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്തിലൂടെ പ്രജാം വർദ്ധയമാനഃ, പ്രജകളെ വർദ്ധിപ്പിക്കുന്നവനായ മനുഷ്യൻ രായസ്പോഷേണ സജതേ സുവീരഃ, രായസിന്റെ പോഷം കൊണ്ട്, രൈഹി എന്ന് പറയുന്ന റിച്ച്നസ്, സമ്പത്ത്, സമ്പത്തിന്റെ പോഷത്തോടെ അവൻ, പോഷത്തോട് അവൻ ചേരുന്നു. എങ്ങനെയുള്ളവൻ? സുവീരാഹ, സുഷ്ടു വിശേഷേണ ഈരണം ചെയ്യുന്നവരായിട്ട്, നന്നായി വിശേഷമായ വിധത്തിൽ ഈരണം ചെയ്യുന്നവരെ. ഈരണം ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? പറയുക. എന്തിനെ പറയുക? വിജ്ഞാനത്തെ പ്രഘോഷിക്കുക. അപ്പൊ ഏറ്റവും വലിയ സമ്പത്തായിട്ട് പറയുന്നത് വിജ്ഞാനത്തെയാണ്, അറിവിനെയാണ്. അപ്പോ ആ അറിവ് സദസ്സുകളിൽ നന്നായി പറയുവാൻ കഴിവുള്ളവരായ ആളുകളായി അവരെന്ത് ചെയ്യുന്നു? അവരവരുടെ പ്രജകളെയും വളർത്തിക്കൊണ്ട് വരുന്നു. ഇപ്പൊ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യം എവിടെ ഉണ്ടാകുന്നു എന്നാണ്? ഈ പ്രഭാതത്തിൽ. രാത്രി മാത്രമാണ് ഉറക്കം. രാത്രി, അതും എത്ര സമയമാണ് രാത്രിക്ക്? ത്രിയാമയായിട്ടാണ് രാത്രിയെ പറഞ്ഞിരിക്കുന്നത്. ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറിനെയാണ്. അപ്പൊ ത്രിയാമ എന്ന് പറയുമ്പോൾ 9 മണിക്കൂറാണ്. രാത്രിക്ക് 9 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ 24 മണിക്കൂറില്ലേ? സമരാത്ര ദിനം വന്നാൽ 12 മണിക്കൂറല്ലേ? അങ്ങനെ ആയാൽ പോലും പകലിന് 12 മണിക്കൂർ, രാത്രിക്ക് 9 മണിക്കൂർ, പിന്നെ 3 മണിക്കൂർ എവിടെയാണ് പോകുന്നത്? അപ്പോ 3 മണിക്കൂർ സന്ധ്യയാണ്. സന്ധ്യ, പ്രഭാത സന്ധ്യയും പ്രദോഷ സന്ധ്യയും. പ്രഭാത സന്ധ്യ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എന്താണ്? 1.5 മണിക്കൂർ, പകുതി യാമം. പ്രദോഷ സന്ധ്യ എപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു പകുതി യാമം, 1.5 മണിക്കൂർ. അപ്പൊ 3 മണിക്കൂർ എന്തായി? സന്ധ്യ ആയിപ്പോയി. സന്ധ്യാവന്ദനാദികൾക്കായിട്ട് ധ്യാനിക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് 1.5 മണിക്കൂർ. ബാക്കി 9 മണിക്കൂറാണുള്ളത്. അപ്പൊ ആ 9 മണിക്കൂർ സന്ധ്യയ്ക്ക് മുമ്പ് എന്ത് ചെയ്യണം? ഉണരണം. ആണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരണം എന്ന് പറയുന്നത്. ഒരു 6 മണിക്ക് സൂര്യൻ ഉദിക്കുമെങ്കിൽ സന്ധ്യ എപ്പോ തുടങ്ങുന്നുണ്ട്? 4:30 മണിയാവുമ്പോ സന്ധ്യയായി. സന്ധ്യയ്ക്ക് ഉറങ്ങാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം. അപ്പൊ നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ നിത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച്, ധ്യാനമൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം പകൽ പൂർണ്ണമായും അധ്വാനിക്കാനുള്ള സമയമാണെന്നാണ് വേദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് പ്രാതഃ ഇത്വ എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ, അപ്പൊ ഇതിൽ തന്നെ വേദം ഉൾക്കൊള്ളുന്ന മറ്റൊരു കാഴ്ചപ്പാടും കൂടിയുണ്ട്. ഇത് വെറുതെ നമ്മൾ ഉണരുക, ഉണർന്നിട്ട് നമ്മുടെ ജോലികൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. വേദം എപ്പോഴും ഏറ്റവും ശ്രേയസ്കരമായി പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തെയാണ്, വിജ്ഞാനമാണ്. അല്ലെ? നമ്മുടെ ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ പേര് നമ്മൾ പറയുന്നുണ്ട്, നാരായണൻ. നാരമാകുന്ന അയനത്തോട് കൂടിയവൻ. നാരം എന്താണ്? ജ്ഞാനമാണ്. ജ്ഞാനമാകുന്ന മാർഗത്തോട് കൂടിയവനാണ് നാരായണൻ എന്ന് പറയുന്നത്. ജ്ഞാനം ലഭിച്ചാൽ എന്തായിത്തീർന്നു? ഭഗവാനെ പ്രാപിക്കാൻ കഴിയും. ബ്രഹ്മജ്ഞൻ ആരായിത്തീരുന്നു? ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു എന്നാണ്. അപ്പൊ ഈ പ്രഭാതത്തിൽ ഉണർന്നിട്ട് നമ്മുടെ ആ ഒരു ഗമനം ഏത് വിധത്തിലാണ്? നമ്മുടെ പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ യജ്ഞാനുഷ്ഠാനമാണ്. അവിടെ പറഞ്ഞത് യജ്ഞങ്ങളാണ് അനുഷ്ഠിക്കുന്നത്. അപ്പൊ ആ യജ്ഞം എന്താണ്? കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ യജ്ഞമാണ്. അപ്പൊ വേദം പറയുന്നത് ഋഗ്ഭി പൂർവാഹ്നേ ദിവി സൂര്യ ഈയതേ യജുർവേദേ തിഷ്ഠതി മധ്യേ അഹനഃ സാമവേദേന അസ്തമയേ മഹീയതേ എന്ന്. അപ്പോ ഓരോ ദിവസവും നമ്മൾ എന്താണ്? നമ്മൾ ജ്ഞാനം നേടുകയും
ജ്ഞാനത്തിന് അനുസൃതമായി കർമ്മം ചെയ്യുകയും അതിൻ്റെ അനുഭവം, കർമ്മം ചെയ്ത് അതിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാവുകയും വേണം. ഇതാണ് വേദത്തിന്റെ സങ്കല്പം. അതാണ് സൂര്യനെ തന്നെ എടുത്തുകൊണ്ട് പറയുകയാണ്, ഋഗ്ഭി പൂർവാഹ്നേ ദിവി സൂര്യ ഈയതേ. ഋഗ്ഭി, ഋക്കുകൾ കൊണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ എന്തിൽ നിലകൊള്ളുന്നു എന്നാണ്? ഋക്കിനോടൊപ്പമാണ് സൂര്യൻ ഉദയം കൊള്ളുന്നത് എന്നാണ്. ഋഗ്ഭി പൂർവാഹ്നേ. പൂർവാഹ്നെ എന്ന് പറഞ്ഞാല് അഹൻ, പകലിന്റെ പൂർവഭാഗത്ത്, അതായത് ദിങ്മുഖത്ത്, അല്ല ദിക്കല്ല, എന്താണ്, പകലിന്റെ മുഖത്ത്, അതായത് പ്രഭാതത്തിൽ. ഋഗ്ഭിഹി പൂർവാഹ്നേ ദിവി സൂര്യ ഈയതേ. പ്രഭാതത്തിൽ ഋക്കിനോടൊപ്പമാണ് സൂര്യൻ ഉദയം കൊള്ളുന്നത്, കിഴക്കേ ദിക്കിൽ ഉദയം കൊള്ളുന്നത് എന്നാണ്. ഋഗ്ഭി പൂർവാഹ്നേ ദിവി സൂര്യ ഈയതേ. അവിടെ ഋക്ക് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതിലെ ഈ പറയുന്നതിലൂടെയും വേദം നമുക്ക് ഒരു കർത്തവ്യം നമ്മളെ ഏൽപ്പിച്ചു തരികയാണ്, അഥവാ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? ആദ്യമേ തന്നെ അറിവ്. അറിവിലൂടെ, അറിവോടുകൂടി ഉണരുന്നു. രാവിലെ ഉണരുക. രാവിലെ ഉണരുന്നതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്ക് ശാസ്ത്രവും അത് പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? പ്രഭാതത്തിലെ വായു ശ്വസിക്കണം. കാരണം നമ്മള് പകലൊക്കെ നമ്മൾ എങ്ങനെയാണ്? പകലെ പലപ്പോഴും ആളുകൾ ജോലി ചെയ്യുന്നു, നിരവധി ആളുകൾ ജോലി ചെയ്യുന്നു. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും വായു എന്തായിത്തീരുന്നു? വായു ഏറ്റവും മലിമസമായിത്തീരുന്നു, അല്ലെ? എത്രയോ എത്രയോ വാഹനങ്ങളാണ് ചെരിപ്പായുന്നത്, എത്രയോ യന്ത്രങ്ങളാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? മനുഷ്യരും മൃഗങ്ങളും ഒക്കെ പണിയെടുക്കുകയാണ്. അതുകൊണ്ട് എന്തുണ്ടാകുന്നു? പല വിധത്തിലുള്ള മാലിന്യങ്ങൾ പ്രകൃതിയിൽ വന്നു ചേരുന്നു. വായു വളരെ മലിനമാക്കപ്പെടുന്നു. രാത്രിയാകുമ്പോഴോ എല്ലാവരും ഉറങ്ങുന്നു, വായുവിലെ പൊടിയൊക്കെ പോയി വായു നല്ല സ്വച്ഛമായി തീരുന്നു. ആ വായുവിനെ, പ്രഭാത വായുവിനെ ശ്വസിക്കണം എന്നാണ്. അത് എന്തുണ്ടാക്കുമെന്നാണ്? അത് നമുക്ക് ബുദ്ധിക്ക് വികാസം നൽകും എന്നാണ്. ഇപ്പോൾ അധ്യയനത്തിനൊക്കെ പറ്റിയ സമയം എപ്പോഴാണ്? പ്രഭാതത്തിലാണ്. അറിവ് നേടുക. എല്ലാവരും അറിവ് നേടേണ്ടവരാണെന്നാണ് പറയുന്നത്. അല്ലാതെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് മാത്രമല്ല പഠിക്കേണ്ടത്. അത് കഴിഞ്ഞാലും എന്തിനാകണം? സ്വാധ്യായം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. സെൽഫിനെ കുറിച്ച് പഠിക്കുക, സ്വയമായും പഠിക്കുക. അങ്ങനെ പഠിക്കണം എന്നാണ്. അപ്പൊ ഏത് കാലത്താണ് വിദ്യാഭ്യാസം? എപ്പോഴാണ് തീരുക? മരിക്കുമ്പോഴേ വിദ്യാഭ്യാസം തീരുകയുള്ളൂ. അതുവരെയും വിദ്യാഭ്യാസം തീരുകയില്ല. അപ്പോ ഋക്കോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഉണരുന്നത്. ജ്ഞാനം. ആ സമയത്ത് ജ്ഞാനമാണ് നമ്മൾ നേടുന്നത് നമ്മുടെ സ്വാധ്യായത്തിലൂടെ. ഇനി യജുർവേദേ തിഷ്ഠതി മധ്യേ അഹനഹ. അഹൻ എന്ന് പറഞ്ഞാൽ പകല്. പകലിന്റെ മധ്യത്തിൽ സൂര്യൻ എവിടെ നിൽക്കുന്നു? യജുർവേദേ തിഷ്ഠതി. യജുർവേദത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. യജുസ് എന്താണ്? യജ്ഞമാണ്. യജ്ഞത്തിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് പ്രതീകാത്മകമായിട്ട് പറയുകയാണ്. എന്താണ്? നമ്മൾ നേടുന്ന കർമ്മങ്ങൾക്ക് അനുസൃതങ്ങളായ പ്രവൃത്തികളിൽ നമ്മൾ വ്യാപൃതരാകുന്നു എന്ന്. അപ്പോ ഇതിലൂടെ വേദം, അത് ഭാഷ്യകാരൻ അത് എടുത്തു പറയുന്നുണ്ട്. എന്താണ്? ഋഗ്ഭി പൂർവാഹ്നേ ദിവി സൂര്യ ഈയതേ യജുർവേദേ തിഷ്ഠതി മധ്യേ അഹനഹ. യജുർവേദത്തിലാണ് പകലിന്റെ മധ്യത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? യജുസ് എന്താണ്? കർമ്മമാണ്. ഋക്ക് ജ്ഞാനമാണ്, യജുസ് കർമ്മമാണ്, സാമം അനുഭൂതിയാണ്. അപ്പോ കർമ്മത്തിൽ കർമ്മനിരതനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പകലിന്റെ ആ പൂർവാഹനത്തിൽ നമ്മുടെ സ്വാധ്യായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അധ്യയനത്തിന്, നമ്മുടെ ജ്ഞാനത്തിന് അനുസൃതങ്ങളായിട്ടുള്ള കർമ്മങ്ങളിലാണ് നമ്മൾ വ്യാപൃതരായിരിക്കുന്നത്. യജ്ഞം ചെയ്യാനുള്ള സമയമാണ് പകൽ. അതാണ് എന്താണ്? യജുസുകൾ കൊണ്ട് യജുർഭിഹി മധ്യാഹ്നെ യജുഭിഹി, മഹത്വത്തോടുകൂടി യജുർവേദത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് ഈ സന്ധ്യാവന്തനം ചെയ്യുമ്പോൾ പലർക്കും പ്രഭാതത്തിലും
പിന്നെ പ്രദോഷത്തിലുമാണ് സ്നാനവും സന്ധ്യാവന്തനവും പ്രധാനം. എന്നാൽ യജുർവേദികൾക്ക് മധ്യാഹ്ന സമയത്തെ മധ്യാഹ്ന സമയത്തെ വന്ദനം വളരെ പ്രധാനമാണ്. കാരണം എന്താണ്? സൂര്യൻ യജുർവേദത്തിലാണ് മധ്യാഹ്നത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. സാമവേദേന അസ്തമയേ മഹീയതേ. അസ്തമയത്തിൽ സാമവേദത്തിലൂടെ എന്തായിത്തീരുന്നു? മഹത്വമാർന്നവനായി നിലകൊള്ളുന്നു. സാമം എന്തിൻ്റെതാണ്? അനുഭൂതിയുടേതാണ് സാമം എന്ന് പറയുന്നത്. അനുഭവിക്കുക. അപ്പൊ നമ്മുടെ പ്രവൃത്തിയുടെ ഒരു പൂർത്തീകരണമാണ് അവിടെ വരുന്നത്. എന്താണ്? ആദ്യം ജ്ഞാനമുണ്ടാവുക, ജ്ഞാനമനുസരിച്ച് പ്രവൃത്തി ചെയ്യുക, പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാകുന്ന ഫലത്തെ അനുഭവിക്കുക. അപ്പൊ ഇതാണ് ഋക്കും യജുസ്സും സാമവും എന്ന് പറയുന്നത്. അപ്പോ ഭംഗ്യന്തരേണ വേദം പറയുന്നത് എന്താണ്? പ്രഭാതത്തിൽ ഉണർന്ന് സ്വാധ്യായം ചെയ്യണം, പഠിക്കണം. എല്ലാവരും ഒരിക്കലും പഠനം നിർത്താൻ പാടില്ല എന്നാണ്. അധ്യയനം ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞാൽ അധ്വാനത്തിൽ ഏർപ്പെടണം, പ്രവൃത്തികളിൽ ഏർപ്പെടണം. അത് കഴിഞ്ഞിട്ടോ പ്രവൃത്തിയിൽ നിന്ന് യല്ലഭസേ നിജകർമ്മോപാത്തം ശങ്കരാചാര്യർ പറയുന്നു. എവിടെയാണ്? ഭജഗോവിന്ദത്തിലെ അല്ലെ? യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. നിന്റെ കർമ്മം കൊണ്ട് പ്രാപിച്ചതായ വിത്തം കൊണ്ട്, ധനം കൊണ്ട് നീ നിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. ഇതാണ് ഇതിന്റെ താല്പര്യം. അപ്പൊ ഈ വേദത്തിൽ പറയുന്ന ഈ ആശയത്തിന്റെ ഇതേ താല്പര്യമാണ് ശങ്കരാചാര്യരെ തന്റെ ഭജഗോവിന്ദത്തിലെ യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതെന്താണ്? ഇതൊക്കെ പിന്നീട് നാടകവുമായിട്ടൊക്കെ ബന്ധിക്കപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ? നാട്യശാസ്ത്രം, ഭരതമുനി നാട്യശാസ്ത്രം ഉണ്ടാക്കിയപ്പോ എന്താണ് അദ്ദേഹം ചെയ്തത്? ജഗ്രാഹ പാഠ്യം ഋഗ്വേദത്തിൽ നിന്ന് പാഠ്യം എടുത്തു. യജുർവേദാത് അഭിനയാൻ അല്ലെ? ജഗ്രാഹ പാഠ്യം ഋഗ്വേദ സാമഭ്യോ ഗീതമേ വെച്ച, സാമവേദത്തിൽ നിന്ന് ഗീതമെടുത്തു. യജുർവേദാത് അഭിനയാൻ, യജുർവേദത്തിൽ നിന്ന് അഭിനയത്തെ എടുത്തു. പിന്നെ എന്താണ്? രസാൻ ആധർവണാദപി, രസങ്ങളെ അഥർവവേദത്തിൽ നിന്ന് സ്വീകരിച്ചു എന്ന് ഭരതമുനി പറയുന്നുണ്ട്. എന്താണ് ഋഗ്വേദം എന്ന് പറയുമ്പോൾ? അതിൽ ധാരാളം സംഘർഷം മുറ്റിയ സന്ദർഭങ്ങളുണ്ട്, സംഘർഷം നിറഞ്ഞതായ സംഭാഷണങ്ങളുണ്ട്. നാടകത്തിലെ സംഭാഷണം എങ്ങനെയായിരിക്കണം? സംഘർഷമുള്ളതാവണം. നാടകം എന്ന് പറയുന്നത് എന്തിന്റെ സാഹിത്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്? അത് ഫ്രിക്ഷൻ, അതൊരു ഫ്രിക്ഷന്റെ സാഹിത്യമാണ്. സംഘർഷം ഉണ്ടാവും. നാടകത്തിൽ എപ്പോഴും ഒരു വില്ലൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ മര്യാദക്കാരനോട് ജീവിക്കാൻ വില്ലൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഈ സംഘർഷം അവിടെ വരുന്നത്. അങ്ങനെ സംഘർഷമുള്ള ഭാഗങ്ങൾ എവിടെയുണ്ട്? ഋഗ്വേദത്തിൽ. അങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഋഗ്വേദത്തിലുണ്ട്. അത് അവിടുന്ന് എടുത്തു എന്നാണ്. യജുർവേദത്തിൽ നിന്നാണ് അഭിനയം എടുത്ത്. എന്തുകൊണ്ടാണ്? അവിടെ ഓരോ യജ്ഞത്തിലും ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഏതു വിധത്തിലൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള അഭിനയങ്ങൾ അവിടെ ഉണ്ട്. സാമം അതിന്റെ അനുഭൂതി വിശേഷമാണ് എന്നാണ്. അനുഭൂതി. അപ്പൊ നാടകത്തില് എന്താണ്? സാമത്തിൽ നിന്ന് ഗീതം എടുത്തു എന്നാണ്. അപ്പൊ ആ ഗീതം എന്താണ്? അതിന്റെ അന്തസാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഗാനമാണ്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. സാമവേദേന അസ്തമയേ മഹീയതേ. അസ്തമയത്തിൽ സാമവേദത്തിലൂടെ സൂര്യൻ മഹത്വമുള്ളവനാക്കപ്പെടുന്നു, മഹത്വവത്കരിക്കപ്പെടുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം എന്താണ്? അപ്പൊ ഇതിനെ വേദം പറയുന്ന, അതിലൂടെ തരുന്ന ഒരു സന്ദേശം എന്താണ്? പ്രഭാതത്തിൽ ഉണർന്ന് നമ്മൾ ജ്ഞാനം നേടി ജ്ഞാനത്തിനനുസൃതമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച്, ആ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ എന്താണ്? ജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും തോറും നമ്മുടെ ജ്ഞാനം കൂടുതൽ കൂടുതൽ പ്രകാശമാനമായിത്തീരും, പ്രകാശിക്കുന്നതായിത്തീരും. അതിൻ്റെ തേജസ് പുറത്തേക്ക് വരും. നമ്മൾ നോക്കുക, നമ്മൾ എപ്പോഴും എവിടെ ചെന്നാലും നമ്മളോട് ചോദിക്കുക, ഒരു ജോലിക്ക് ചെന്നാൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? എക്സ്പീരിയൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഡിഗ്രി എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആണ് യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങൾ ടോപ്പ് സ്കോററൊക്കെയാണ്. പക്ഷേ ഹൗ മച്ച് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്? നമുക്ക് കിട്ടിയതായ അറിവൊക്കെ നമ്മളിലുണ്ട്. അത് തേജസ്സുറ്റതായി ഭവിക്കുന്നത് എപ്പോഴാണ്?
അതിനനുസൃതമായി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. അങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ. 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ എത്രയായി തീർന്നു? പഠിച്ച വിദ്യ വീണ്ടും തേജസ്സുറ്റതായി ഭവിച്ചു. ഇതാണ് വേദം അവിടെ പറയുന്നത്. റിക്ക് അപ്പൊ ആദ്യം നമ്മുടെ അധ്യയനം തന്നെയാണ്. പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് എന്താണ്? ധ്യാനത്തിൽ ആ പ്രഭാത സന്ധ്യയിൽ ധ്യാനത്തിനായിട്ട്, സ്വാധ്യായത്തിനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അധ്യയന സമയമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിലേക്കാണ് വരുന്നത്? പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അതിനെ. നമ്മൾ തൊഴിലിലൂടെ യജ്ഞപരമായിട്ടുള്ള അനുഷ്ഠാനം. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികളെ യജ്ഞമായിട്ട് പറയുന്നത്? അവിടെ നമ്മുടെ ആത്മസമർപ്പണമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ യജ്ഞമായിട്ട് പറയുന്നത്. ആ യജ്ഞത്തിലൂടെ എന്തായിത്തീരുന്നു? നാം പഠിച്ചത് തന്നെ കൂടുതൽ കൂടുതൽ തേജസ്സുറ്റതായി ഭവിക്കുന്നു. എക്സ്പീരിയൻസിലൂടെ നമ്മുടെ അറിവിന് കൂടുതൽ തെളിച്ചം വരുന്നത് പോലെ. അങ്ങനെയായിട്ട് എന്താണ്? അപ്പൊ നമ്മളത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ അറിവിനെ കൂടുതൽ പവിത്രീകരിച്ച് വിപുലീകരിച്ച് സാമവേദേന അസ്തമയമഹീയതേ, അസ്തമയമാകും. അതിനുശേഷം നാം സാമം എന്താണ്? അതിനെ ഗാനം ചെയ്യുകയാണ്. അനുഭൂതികളെ ഗാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഗാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് ഈ അനുഭൂതിയെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കാഴ്ചപ്പാടാണ് വേദം അവിടെ പറയുന്നത്. എന്താണ്? ഓരോ ദിവസവും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ട് ഇങ്ങനെ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടാണ് പോകുന്നത്. ഉണരുന്നു, അധ്യയനം ചെയ്യുന്നു, അതിനെ നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നു, അതിനെ അനുഭവിക്കുന്നു, ഗാനം ചെയ്ത് അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നു. അധീതി, ബോധം, ആചരണം, പ്രചാരണം എന്ന് പറഞ്ഞ പോലെ വിദ്യാഭ്യാസം എങ്ങനെയാണ് പൂർണ്ണമാവുക? ആദ്യം തന്നെ അധീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യയനം ചെയ്യാൻ, ടെസ്റ്റുകളൊക്കെ പഠിക്കാനുള്ളതൊക്കെ. എന്നിട്ടോ ബോധിക്കുക, അതിനെ കൂടുതൽ കൂടുതൽ ധ്യാനിച്ച് അതിനെ തേജസ്സുള്ളതാക്കി മാറ്റുക. അല്ലെ? തേജസ്വി നൗ അധീതമസ്തു. നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പാടി, അല്ലെ? നമ്മൾ പ്രാർത്ഥന നമ്മൾ ചൊല്ലി, അല്ലെ? സഹ നൗ അവധു, സഹ നൗ ഭുനക്തു, സഹ വീര്യം കരവാവഹൈ, അല്ലെ? സഹ നൗ അവധു. നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ച് ആ പരബ്രഹ്മം കാത്തുരക്ഷിക്കട്ടെ. സഹ നൗ അവധു, സഹ നൗ ഭുനക്തു, അല്ലെ? നമ്മെ രണ്ടുപേരെയും ഒന്നിച്ച് ഭുജിപ്പിക്കട്ടെ. സഹവീര്യം കരവാവഹൈ, നമ്മെ രണ്ടുപേരെയും ഒന്നിച്ച് വീര്യമുള്ളവരാക്കി വളർത്തി തീർക്കട്ടെ, തേജസ്സുള്ളവരാക്കി തീർക്കട്ടെ. തേജസ്വി നൗ അധീതമസ്തു, തേജസ്വി നാവധീതമസ്തു, നൗ അധീതം. നാം രണ്ടുപേരും, ഗുരുവും ശിഷ്യനും പഠിച്ച വിദ്യ തേജസ്സുറ്റതായി ഭവിക്കട്ടെ. ഗുരു പഠിച്ചത് തേജസ്സുറ്റതായിട്ടല്ലേ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ എന്താണ്? ഗുരു പഠിച്ച വിദ്യ വീണ്ടും തേജസ്സുറ്റതായി ഭവിക്കുന്നു. എപ്പോൾ? ശിഷ്യന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഗുരുവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ശിഷ്യന്റെ വിദ്യ തേജസ്സുറ്റതായി ഭവിക്കുന്നു. ശിഷ്യന് പകർന്നു കൊടുക്കുമ്പോൾ ഗുരുവിന്റെ വിദ്യ വീണ്ടും തേജസ്സുറ്റതായി ഭവിക്കുന്നു. നമ്മൾ പറയാറില്ലേ, കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും, വിദ്യ തന്നെ മഹാധനം. അപ്പോ അവിടെയാണ് അതെന്തായിത്തീരുന്നത്? തേജസ്വി നൗ അധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരിക്കലും വിദ്വേഷിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ കൊടുക്കും തോറും ഏറിടും എന്നുള്ളത്. അതുപോലെ നമ്മളുടെ അനുഭവത്തിലൂടെ വിദ്യ എന്തായിത്തീരുന്നു? കൂടുതൽ കൂടുതൽ നമ്മുടെ തേജസ്സുറ്റതായി ഭവിക്കുന്നു. തേജസ്സിനോ അതീതമാണ്. അപ്പൊ ഇതും കൂടിയാണ് വേദം അവിടെ അർത്ഥമാക്കുന്നത്. എന്താണ്? പഠിക്കുക, അതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം സമ്പാദിച്ചെടുത്ത, നേടിയെടുത്ത വിദ്യ കൂടുതൽ തേജസ്സുറ്റതാക്കി മാറ്റുക. എന്നിട്ട് നാം അതിനെ ഗാനം ചെയ്യുക, അതായത് സമൂഹത്തിനായിട്ട് പകർന്നു കൊടുക്കുക. നമ്മുടെ അനുഭൂതികൾ മറ്റുള്ളവരുടെ അനുഭൂതി വിശേഷങ്ങളാക്കി മാറ്റുവാൻ ഇട കൊടുക്കുക. ഇതാണ് വേദം അവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ എന്താണ്? ഒരു യജ്ഞമാക്കിയിട്ട് സമർപ്പിക്കുക എന്നുള്ള ആശയമാണ് വേദം നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിന് അവകാശമില്ലെന്നാണ്? നമുക്ക് ഈ കർമ്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്നതിനുള്ള
നമ്മുടെ യജ്ഞം ശരിയായി അനുഷ്ഠിക്കുന്നതിനുള്ള സമയം. നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന എന്താണ്? കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള സമയമാണത്. അതിനെന്ത് ചെയ്യാൻ പാടില്ല? അതിനെ ഉറക്കത്തിലൂടെ കളയാൻ പാടില്ല. അതിനാണ് ഓരോ ദിവസവും സൂര്യൻ നമ്മളെ ഉണർത്തിക്കൊണ്ട് എന്താണ് നമ്മളോട് പറയുന്നത്? നിർദ്ദേശം നമുക്ക് പ്രാതഃ പ്രാതഃ ഇത്വ രത്നം ദധാതി. അങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളതായ സമ്പത്ത് ഉണ്ടാകുന്നത്. അപ്പൊ സമ്പത്ത് വെറുതെ നമ്മൾ വിചാരിക്കുന്നതായിട്ടുള്ള കറൻസി അതല്ല നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. നമുക്ക് നല്ല ബുദ്ധിക്ക് തെളിച്ചമുണ്ടാവുക, അത് നമ്മുടെ സമ്പത്താണ്. നമുക്ക് ആരോഗ്യമുണ്ടാവുക, അത് സമ്പത്താണ്. പ്രവൃത്തി മണ്ഡലത്തിൽ നമുക്ക് വ്യാപരിക്കാൻ കഴിയുക, മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുക. കൊടുക്കാൻ കഴിയുമ്പോൾ എന്താണ്? നമ്മൾ തന്നെ അതിൽ കൂടുതൽ പ്രാവീണ്യമുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അതിമഹത്തായിട്ടുള്ള കർമ്മമണ്ഡലം ഒരിക്കലും അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വീഴ്ച വരുത്താൻ പാടില്ല. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണരുക. ശാസ്ത്രവും അതിനൊക്കെ അനുകൂലമാണ് അല്ലേ? ആധുനിക ശാസ്ത്രവും അല്ലേ? നമ്മളെന്താണ് പകൽ കിടന്നുറങ്ങി രാത്രി ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടല്ല, അങ്ങനെയല്ല. അപ്പൊ എന്താണ്? നമ്മുടെ ഈ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗം പോലെയാണ്. ബ്രഹ്മചര്യാശ്രമത്തിൽ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഗൃഹസ്ഥരാകുമ്പോൾ ജോലി ചെയ്യുന്നു. വാനപ്രസ്ഥരാകുമ്പോൾ ധ്യാനത്തിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലെ? വാനപ്രസ്ഥത്തിന് ഒക്കെയായി നമ്മളോട് ദേവത ഉപാസന ഒക്കെ ചെയ്ത് കൂടുതൽ ഉറ്റവരായിട്ട് പിന്നെ നമ്മൾ എന്താണ്? രാത്രിയിലേക്ക് പോകുമ്പോൾ എന്താണ്? ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുകയാണ്. രാത്രിയാകുമ്പോൾ അങ്ങനെ വിലയം പ്രാപിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും എന്താണ്? നമ്മുടെ മൊത്തമായ ജീവിതത്തിന്റെ ആ ചര്യകളുടെ ഒരു അംശമാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അതിവിശാലമായ ഒരു അർത്ഥമാണ് വേദം നമുക്ക് നൽകുന്നത്. അപ്പൊ സമയം ആയതുകൊണ്ട് ഇവിടെ നിർത്താം. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് അപ്പൊ എല്ലാവർക്കും ഇതുവരെ കേട്ടതിന് എല്ലാവരോടും എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय. ॐ शान्ति शान्ति शान्तिः. लोकाः समस्ताः सुखिनो भवन्तु. लोकाः समस्ताः सुखिनो भवन्तु. लोकाः समस्ताः सुखिनो भवन्तु. ॐ शान्ति शान्ति शान्तिः. श्री गुरुभ्यो नमः. हरिः ओम्.